അങ്കിളിനെ ഇഷ്ടാണോ? ഏതങ്കിളിനെ? ഈ അങ്കിളിനെ. ഇതെങ്ങനെ നിന്റെ അടുത്ത് വന്നു? സത്യമായിട്ടും ഞാൻ അമ്മയെ പറ്റിക്കാൻ എടുത്ത് ഒളിച്ചു വെച്ചോന്നല്ല. ഇന്ന് വെളുപ്പിന് അമ്മ എന്നെ ഉണർത്തി പഠിക്കാനിരുത്തിയിട്ട് വീണ്ടും കിടന്നില്ലേ, ആ സമയത്ത് എനിക്ക് വല്ലാത്ത ഉഷ്ണം തോന്നി. അപ്പൊ ഞാൻ ഫാന്റെ സ്പീഡൊന്നു കൂട്ടി. ഉടനെ ഈ കുട്ടിക്കടലാസ് ഒരു വെളുത്ത ചിത്രശലഭത്തെ പോലെ പറന്ന് പറന്ന് വന്ന് എന്റെ കാലിൽ തൊട്ടു. ഞാനതെടുത്തു വെച്ചു. അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ആ അങ്കിള് വളരെ നല്ലയാളാ. ആ പാവത്തിന് അമ്മയോട് ഇഷ്ടം തോന്നിയത് കൊണ്ടല്ലേ ഇങ്ങനെ എഴുതി തന്നത്. ഈ എഴുത്ത് പരിപാടി തുടങ്ങി വെച്ചത് നീയല്ലേ? അതിപ്പോ നന്നായില്ലേ? എന്ത് നന്നായിന്നാ? ഞാൻ രണ്ടാമതൊരു കല്യാണത്തെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. എനിക്ക് വേണ്ടതാനും. എനിക്ക് നിന്റെ അച്ഛന്റെ ഓർമ്മകളും നീയും മാത്രം മതി. എന്താ നീ പാവത്തിന്റെ കാതി പറഞ്ഞത്? കണ്ടുപിടിച്ചു, കള്ളനെ കണ്ടുപിടിച്ചു, തൊണ്ടി സഹിതം കണ്ടുപിടിച്ചു. പേടിക്കണ്ട കേട്ടോ, ഇതെന്റെ കൊച്ചമ്മാവനാ. കുറച്ച് നാളായിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു ഇയാളിനെ. അയ്യോ, വേറൊന്നിനുമല്ല, നേരിട്ടൊന്ന് അഭിനന്ദിക്കാനാ. എന്തിന്? കോളറില്ലാത്തൊരു മുറിക്കായ ഷർട്ടും ഇട്ട് കാൽമുട്ടറ്റം വരെ കയറ്റി മുണ്ടു കൊടുത്ത് തനി ബോറായിട്ട് നടന്ന എന്റെ കൊച്ചമ്മാവനെ ദേ ഇങ്ങനെ സ്റ്റൈലാക്കി മാറ്റിയതിന്. അയ്യോ, അതിന് ഞാനൊന്നും ചെയ്തില്ല. എന്റെ മോള് ദിവ്യയാ ഒരു ദിവസം ആ വേഷം കൊള്ളില്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞത്. അല്ല, ഞാൻ എന്താ വിളിക്കേണ്ടത്? അത് ഇപ്പോഴേ കയറി കൊച്ചമ്മായിന്ന് വിളിക്കാവോ? അല്ലേ വേണ്ട, അതിനൊക്കെ ഒരു സമയം വരട്ടെ അല്ലേ? അതെ, ഞാൻ ഭർത്താവ് മരിച്ച സ്ത്രീയാ. എന്റെ കുട്ടിക്ക് 14 വയസ്സായി. ഇവളെ വളർത്തി വലുതാക്കുക, ദൈവഭയത്തോടെ ബാക്കിയുള്ള ജീവിതം ജീവിച്ചു തീർക്കുക, അതേ ഉള്ളൂ കുട്ടി ഇപ്പൊ എന്റെ മനസ്സിൽ. അയ്യോ, അപ്പൊ എന്റെ കണക്ക് തെറ്റിയോ കൊച്ചമാവാ? ഇത് ഒരു തലേ രാഗമാണോ? മനസ്സിലായില്ലേ? വൺ സൈഡ് ലവ്. എന്താ പേര്? നളിനി. ഇവള് ദിവ്യ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്റെ കൊച്ചമ്മാവന്റെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞിരിക്കുക. പാവത്തിനെ വിഷമിപ്പിക്കരുത്. സാവധാനം ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഞാനും എൻ്റെ അമ്മയെ ആലോചിച്ച് ഒരു ദിവസം വീട്ടിലേക്ക് വരാം. അല്ല, ഈ കണ്ണടയും വേഷവും കണ്ടിട്ട് ഒരു സംശയം, ടീച്ചറാണോ? അല്ല മോളെ, ടീച്ചറാകാനുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നൊരു ചെറിയ ജോലിയുണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഇല്ലേ, അതിന്റെ ഒരു ഏജന്റാ. ഒരു മാരേജ് പ്രപ്പോസലിനെ പറ്റി ചിന്തിക്കുമ്പോ, ക്ഷമിക്കണേ എൻ്റെ മോഹം പറയാ ഞാൻ, മുതിർന്നവരുമായിട്ട് വേണ്ടേ സംസാരിക്കാൻ? അച്ഛനുണ്ടോ? അച്ഛനില്ല, അമ്മയുണ്ട്. കൊച്ചമ്മാവ എന്ത് പറയുന്നു? എന്തായാലും കൺഗ്രാജുലേഷൻസ് എന്റെ കൊച്ചമ്മാവനെ ഇങ്ങനെ മാറ്റിയെടുത്തതിന്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും പൂജിക്കുന്ന ധർമ്മശാസ്താവ് തീരുമാനിക്കട്ടെ. ചേച്ചി, ചേച്ചിയുടെ പേരെന്താ? സുഭദ്ര. എനിക്ക് ചേച്ചി ഒത്തിരി 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 ഇഷ്ടമായി. പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. ഞാൻ പോട്ടെ.
അമ്മേ 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 ഞാൻ കണ്ടു. അമ്മേ ഞാൻ വെല്ലുവിളിച്ചത് ഓർമ്മയില്ലേ? കള്ളനെ തൊണ്ടി സഹിതം പിടിക്കുന്നു. ഞാനിതാ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്താ മോളെ നീ പറയുന്നത്? നീ ഏത് കള്ളനെ പിടിച്ചെന്നാ? ഓ, നിന്റെ വല്യമ്മാവന്റെ അലമാരി കുത്തി തുറന്ന് പണവും പണ്ടവും തട്ടിയെടുത്ത ആ കള്ളം പൂട്ടു സത്യനെയോ? അയ്യോ എന്റെ അമ്മേ, അമ്മ ഇങ്ങനെ ട്യൂബ്ലൈറ്റ് ആയിപ്പോയല്ലോ. ട്യൂബ്ലൈറ്റിന് എന്താടി കുഴപ്പം? ഒരുപാട് ഭംഗിയും നിറവും ഒക്കെ ഉള്ള ലൈറ്റിനേക്കാൾ വെളിച്ചം ട്യൂബ്ലൈറ്റിന് തന്നെയാ. അമ്മേ, തായേ, മഹാമായേ, ഇതാ ഞാൻ തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു. ഇനി ഞാനങ്ങ് തുറന്ന് പറയാം. ഉഫ്, ആ ജോലി ഒന്ന് നിർത്തി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ഈ ജോലി നിർത്തിയാലേ ഉച്ചയ്ക്ക് വെറും മോരും കടുമാങ്ങയും മാത്രം കൂട്ടി ഉണ്ണേണ്ടി വരും. ചന്ദ്രി ഇന്ന് വന്നിട്ടില്ല. അടുക്കള തൂത്തുവാരിയതുപോലും ഞാനാ. അതെ, എനിക്കിന്ന് മോര് മാത്രം മതി. ഇനി അമ്മ ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കേ. അമ്മേ, ഞാൻ സംശയിച്ചത് സത്യമാ. കൊച്ചമ്മാവ ഒരു സ്ത്രീയുമായിട്ട് പ്രേമത്തില. നീ പൊടി. നിന്റെ ഒരു ബെഡായി. പാവം കൊച്ചേട്ടൻ. ഈ ജന്മത്ത് കൊച്ചേട്ടനെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. പ്രേമം പോലും. ഒരു പുതിയ ഷർട്ട് വാങ്ങിച്ചിട്ടതിന് ആ പാവത്തിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയണോ? മോളെ, മഴ പെയ്ത് കാറെല്ലാം നീങ്ങിയ ആകാശം പോലെ ശുദ്ധമാ എന്റെ കൊച്ചേട്ടന്റെ മനസ്സ്. ഇത് കൊള്ളാലോ. പ്രേമിക്കുന്നവരുടെയൊക്കെ മനസ്സ് അശുദ്ധമാണെന്നാണോ അമ്മ പറയുന്നത്? ആ, അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന സുശീലാമ്മയുടെ മനസ്സും അശുദ്ധമാ. സുശീലാമ്മയുടെ ഭർത്താവായ എന്റെ അച്ഛന്റെ മനസ്സും അശുദ്ധമാ. എന്റെ മനസ്സും മുരുകൻ ചേട്ടന്റെ മനസ്സും മതി, നിർത്ത. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പ്രേമിക്കാൻ ഒരു പ്രത്യേക മിടുക്കും തൻ്റെ ഇടം ഒക്കെ വേണം. അതൊന്നും കൊച്ചേട്ടനില്ല. ഇങ്ങനെ ഞാനും ധരിച്ചിരുന്നു പണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കണ്ടു. എന്ത് കണ്ടു? എന്റെ കൊച്ചമ്മാവന്റെ ഹൃദയം കവർന്ന് ആ തരുണീമണിയെ. തരുണീമണി എന്ന് പറയണോ അതോ മഹിളാരത്നം എന്ന് പറയണോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തോലിക്ക്. ഭാവിയിൽ അമ്മയുടെ നാത്തൂനാകാൻ സാധ്യതയുള്ള ആ സ്ത്രീയോട് അമ്മയ്ക്ക് കുശുമ്പ് തോന്നരുത്. ഞാൻ ഉള്ളതുപോലെ പറയാം. കൊച്ചമ്മാവന്റെ സെലക്ഷൻ അത്യുഗ്രൻ. എന്തൊരു ഭംഗിയാന്നോ അവരെ കാണാൻ. നല്ല ഒത്ത പൊക്കം. ഇത്രയുമല്ല, ഇത്രയും. ആവശ്യത്തിന് വണ്ണം, നല്ല കണ്ണ്, നല്ല ചിരി, കണ്ണടയുണ്ട്, നല്ല മര്യാദ, അടക്കം, ഒതുക്കം. ഒരു 37-38 വയസ്സ് കാണും. 14 വയസ്സുള്ളൊരു മകളുണ്ട്. മകളോ? അതെ, നല്ല കുട്ടി. അവളും സുന്ദരിയാണ്. അപ്പോ ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി. ലൈൻ ക്ലിയറാ. ഞാൻ അമ്പലത്തിൽ ആൾത്തറയുടെ മുമ്പിൽ കണ്ട കാഴ്ച. ആ കുട്ടി എന്തോ തമാശ കൊച്ചമ്മാവന്റെ കാതിൽ രഹസ്യമായി പറയുന്നു. കൊച്ചമ്മാവൻ പൊട്ടിച്ചിരിക്കുന്നു. പിന്നെ ആ കുട്ടി അമ്മയുടെ കാതിൽ രഹസ്യം പറയുന്നു. അവരും ചിരിക്കുന്നു. ആര് കണ്ടാലും ഭാര്യയും ഭർത്താവും മോളും ആണെന്നേ പറയൂ. ഈശ്വര, നീ പറയുന്നത് നേരാണെങ്കിൽ എന്റെ കൊച്ചേട്ടനും കിട്ടും നല്ലൊരു ജീവിതം. പിന്നെ കല്യാണ ആലോചനയ്ക്ക് ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ സ്ത്രീയുടെ പേര്? നീ ചോദിച്ചോ? നളിനി. നല്ല പേരല്ലേ? അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഞാൻ ചോദിച്ചു. അച്ഛനില്ല, പക്ഷെ അമ്മയുണ്ട്. കൊച്ചേട്ടൻ നിന്നെ കണ്ടപ്പോ എന്തു പറഞ്ഞു? ആദ്യം ഒന്ന് ചമ്മി, പിന്നെ ആളങ്ങ് സ്റ്റഡിയായി.
ഇനി കൊച്ചമ്മാവൻ ഓടി ഒളിക്കാൻ സ്ഥലമില്ല. എല്ലാ കാര്യവും ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. കൊച്ചേട്ടൻ ഇങ്ങനെ ഒരു മോഹം തോന്നിയാൽ അത് എന്നോട് തുറന്നു പറയാൻ എന്തിനാ മടിക്കുന്നത്? കൊച്ചേട്ടനെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ചേട്ടത്തി കോയമ്പത്തൂർ പോയത്? ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സ്വത്തിൽ നേർ പകുതി കൊച്ചേട്ടന് സ്വന്തമല്ലേ? കല്യാണം കഴിച്ച് നല്ല അന്തസ്സായി ജീവിക്കണം. അതെ, എത്രയും വേഗം നളിനേന്റെ വീട്ടിൽ നമുക്കൊരു ഒഫീഷ്യൽ വിസിറ്റ് നടത്തണം. അതായത് ഈ ഔപചാരികമായൊരു പെണ്ണ് കാണൽ. ഇനി കൊച്ചേട്ടനൊന്നും അറിയണ്ട. ആദ്യം ചേട്ടത്തെ ഞാൻ ഫോണിൽ വിളിച്ച് വിവരം പറയട്ടെ. അതെ, വല്യമ്മായി കൂടി വന്ന പെണ്ണ് കാണാലിന്റെ ഒരു സ്റ്റാറ്റസ് ഒന്നും ഇല്ല. അമ്മേ, ആ ദേ നമ്മുടെ വീട്ടിലേക്ക് ഒരു കാറ് വന്നു. അത് ഇങ്ങോട്ടായിരിക്കില്ല മോളെ, ആ പ്രൊഫസറുടെ വീട്ടിലേക്കായിരിക്കും. അല്ലമ്മേ, കാറിൽ വന്നവർ ഇങ്ങോട്ട് തന്നെയാ വരുന്നത്. അയ്യോ, ആരൊക്കെയാ വരുന്നത്? അമ്മേ, നമ്മൾ അമ്പലത്തിൽ വെച്ച് കാണാറുള്ള സുകുമാരങ്ങളുടെ നീസും ഒക്കെ ഉണ്ട്. അവർക്ക് വരാൻ കണ്ടൊരു സമയം. ഈശ്വര, ഞാൻ മേല് പോലും കഴുകിയിട്ടില്ല. ഇതിപ്പോ എവിടെ വയ്ക്കാം? ഈശ്വര, ഇവിടെ അല്ലെങ്കിൽ വേണ്ട, ഇവിടെ കിടക്കട്ടെ. ഈശ്വര, ഹായ് ചേച്ചി. എന്നെ ഓർമ്മയുണ്ടോ? പിന്നില്ലേ, അമ്പലത്തിൽ വന്ന് സുകുമാരങ്ങളിലെ തൊണ്ടി സഹിതം പിടികൂടിയ ആളല്ലേ? എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെട്ടു. പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം എന്നൊരു കമന്റ് ഞാൻ പാസ്സാക്കിയില്ല അന്ന്. വാ ചേച്ചി. കയറി വന്നാട്ടെ. അങ്കിളിനെ വീട്ടിൽ വിളിച്ചോണ്ട് വരണമെന്ന് ദിവ്യമോൾ എന്നും പറയും. പല പ്രാവശ്യം അവളെ ക്ഷണിക്കുകയും ചെയ്തു. വരാന്ന് പറയുന്നല്ലാതെ അങ്കിൾ ഇതേവരെ ഈ വഴിയെ പോലും വന്നിട്ടില്ല. വരൂ. ഉള്ള സ്ഥലത്ത് ഇരിക്കാം. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാര്. ഈ കൊച്ചു വീട്ടിൽ നല്ല ഫർണിച്ചർ പോലും ഇല്ല. വീടിന്റെ വലിപ്പമോ ഭംഗിയോ കാണാനല്ലല്ലോ ഞങ്ങൾ വന്നത്. മനസ്സിന്റെ ഭാഷയിൽ ഒരു കാര്യം സംസാരിക്കാനാ. ഈ ആരും അമ്പലത്തിൽ വെച്ച് തൊണ്ടി സഹിതം പിടികൂടിയെന്ന് കേട്ടല്ലോ. എന്താ മോഷണം പോയത്? ഭഗവാന്റെ വിഗ്രഹമാണോ? മോഷണം പോയത് വിഗ്രഹമല്ല അമ്മൂമ്മേ, പിന്നെ ഒരു ഹൃദയമാണ്. എന്റെ പരദേവതമാരെ, വന്ന് വന്ന് കള്ളന്മാർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലും കയറി തുടങ്ങിയോ? ഇപ്പോഴൊക്കെ ഈ ഹൃദയം മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ ഉണ്ടല്ലോ, മാറ്റിവെക്കാനുള്ള ഹൃദയം മേശപ്പുറത്ത് വെച്ച് ഡോക്ടർ മൂത്രമൊഴിക്കാനോ മറ്റോ പോയി കാണണം. ആ സമയത്ത് കള്ളൻ ഹൃദയം എടുത്ത് സ്ഥലം വിട്ട് കാണും. അത് തന്നെയാ സംഭവിച്ചത്, ഉറപ്പാ, അത് തന്നെയാ സംഭവിച്ചത്. പക്ഷേ
ഈ ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർമാർക്ക് കത്രികയും പിച്ചാത്തിയും ഈ പാക്കുവെട്ടി പോലുള്ള കുടിലും ഒക്കെ എടുത്തു കൊടുക്കാൻ നേഴ്സുമാരുണ്ടാവുമല്ലോ. അവളുമാർ ആ സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു? എന്റെ അമ്മുമ്മേ, ഞങ്ങള് പറഞ്ഞതെന്താ, അമ്മുമ്മ കേട്ടതെന്താ? കാര്യം എന്തെന്നറിയാതെ അമ്മ എന്തിനാ ഇടയ്ക്ക് കയറി തോന്നിയതൊക്കെ പറയുന്നേ? വാ, എന്നാ നീ എന്നോട് പറ കാര്യം എന്താണെന്ന്. അത് ആ എന്റെ പേര് സുഭദ്ര. ആ, ഇതെന്റെ അമ്മ, പേര് സുശീല. ആ. ഞങ്ങൾ കരുണാലയത്തിന്നാ വരുന്നത്. ഓ, കരുണാലി എന്ന് പറഞ്ഞ ചത്തുപോയ നമ്മുടെ കരുണാരം മുതലാളിയുടെ കരുണാലയോ? അതെ, ആ, ഞാൻ കരുണാകരൻ മുതലാളിയുടെ 3 അനുജത്തിമാരിൽ മൂത്തവൾ. ഉം. അദ്ദേഹം എന്റെ വലിയേട്ടന്. എനിക്കൊരു കൊച്ചേട്ടൻ കൂടിയുണ്ട്, സുകുമാരൻ എന്നാ പേര്. കൊച്ചമ്മാവന് വേണ്ടിയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് കാണാറുള്ള ഒരു അങ്കിളിനെ പറ്റി അമ്മുമ്മയോട് പറഞ്ഞിട്ടില്ലേ?